ശ്വാസം മുട്ടലിന്റെ പ്ലാനൊക്കെ ചീറ്റിപ്പോയല്ലേ? നിന്റെ കാര്യം നോക്കടാ ഇറക്കാം. എന്റെ പൊന്നച്ചമ്മ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്താൽ പോലായിരുന്നു. നീ പറഞ്ഞ പോലെ വണ്ടിയുടെ മുമ്പിൽ ചാടണം. ഈ ശ്വാസം മുട്ടലൊക്കെ അങ്ങ് പണ്ടത്തെ പരിപാടി, അതൊന്നും ഇപ്പൊ ഏക്കൂല. വണ്ടിയുടെ മുന്നിൽ ചാടുമായിരുന്നെങ്കിൽ അമ്മ പോകത്തുമില്ലായിരുന്നു. അച്ചമ്മയ്ക്ക് ഫ്രീ ട്രീറ്റ്മെന്റും കിട്ടിയേനെ, സുഖ ചികിത്സ. ഞാൻ ചത്തു മലന്ന് കിടക്കുന്ന നിനക്കൊക്കെ കാണണം, അതല്ലേടാ നിന്റെ ഉദ്ദേശം? ഓ, അങ്ങനത്തെ ഉദ്ദേശമൊക്കെ ദൈവം വേഗം നടത്തരില്ലല്ലോ. നിനക്ക് പൊക്കൂടെ ഇവിടെ നോക്കിക്കാതെ. അല്ല, ഞാൻ ശരി വെള്ളം കുടിച്ചിട്ട് നോക്കണം. അല്ല, ഇനി സമയമുണ്ട്, അമ്മ പോയിട്ടില്ല. വേണമെങ്കിൽ ആ പ്ലാൻ വർക്കൗട്ട് നോക്കും. ഈ സരസ്വതി അമ്മ അങ്ങനെ തട്ടിപ്പോത്തില്ലടാ. അച്ഛമ്മയുടെ വിശ്വാസം അച്ഛമ്മയെ രക്ഷിക്കട്ടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അല്ല, നിങ്ങളുടെ ഈ സാക്ഷരതാ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ടൂറൊന്നും പോകുന്നില്ല? അങ്ങനെ ടൂറൊന്നും പോണില്ല. ഒരു ടൂറൊക്കെ പോ, അതൊക്കെ അല്ലേ ഒരു ഫണ്ണ്. എന്റെ കയ്യിലാണെങ്കിൽ കുറെ വണ്ടികളുണ്ട്, ഞാൻ അവിടെ സെറ്റാക്കി തരാം. അച്ഛമ്മേ, ഈ ഫോൺ ഒന്ന് തരാവോ? നിങ്ങളുടെ ഫോൺ എനിക്ക് ഫോൺ കാണണ്ടേ? അച്ഛമ്മേ, ഇത് അപ്ഡേറ്റ് ചെയ്യാനാ. അപ്ഡേറ്റോ? എന്താ അച്ഛാ, ഈ ഫോൺ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലേ അച്ഛമ്മയ്ക്ക് വാട്സാപ്പോ ഫേസ്ബുക്കോ ഉപയോഗിക്കാൻ പറ്റൂല. ആണോ? എന്നാ എന്റെ മോൻ ഇത് അപ്ഡേറ്റ് ചെയ്യില്ല. എനിക്ക് എല്ലാ ദിവസവും തരണം. ഒരു 3 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പൊ സെറ്റ് ആക്കി തരാം. അച്ഛമ്മ എന്ത് മന്ന ബുദ്ധി, അവന് ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഫോൺ. ചേട്ടന് എന്താ പറയാ, വാഴയും തെങ്ങിനെയും പറ്റിയല്ലേ അറിയുള്ളൂ. കുറച്ച് ടെക്നിക്കലായി ചിന്തിക്കണം ട്ടാ. ഇതൊന്ന് അൺലോക്ക് ചെയ്തന്നെ. അതൊക്കെ ഞാൻ എടാ നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാം. എന്നാടാ മക്കളെ, ഇത്ര വന്ന ബുദ്ധിയാണോ അത്? അവൻ വരെ വന്ന് പഠിച്ചിട്ട് പോകുന്നു. ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അവന് ഗെയിം കളിക്കാൻ അമ്മ ഇപ്പോൾ അവിടെ ഓടിച്ചു വിട്ടതേ ഉള്ളൂ. അവൻ ഗെയിം കളിക്കോ? അതൊന്നും ചെയ്യത്തില്ല. അവൻ എന്റെ അപ്ഡേറ്റ് ചെയ്യാൻ പോയിരിക്കുക. എന്നാ അങ്ങ് ടെക്ക് ചെയ്യട്ടെ, അല്ലെ ഫോൺ അങ്ങ് പൊട്ടി തെറിയൂല. അത് വിടും. നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലെന്ന് പറ. എന്തായാലും അമ്മ അതേ ടൂറൊക്കെ പോകുന്നത്. അപ്പൊ അച്ഛമ്മ മിനിമം കാശ്മീർ വരെയെങ്കിലും പോകണം, അല്ല നാണക്കേടാ. ഞാനൊരു കാശ്മീരിലും പോകില്ല, എനിക്കൊരു നാണക്കേടുമില്ല. നിന്റെ അമ്മ പോകണമെന്നില്ല, ഞാൻ തന്നെ വേണം. അമ്മ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. അപ്പൊ ഫോട്ടോ എല്ലാം കാണാം. അപ്പൊ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യും, ഷു എനിക്കൂടെ വല്ല വഴിയും പോണായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ കാണും. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്റെ കയ്യിൽ കുറച്ച് ബസ്സുകാരൊക്കെ ഉണ്ട്. വേണ്ട, എനിക്ക് പോകണ്ട. എന്നാ പോകണ്ട. ഇവിടുന്ന് ക്ലാസ്സിലൊന്ന് പോയി സംസാരിച്ച് നോക്കുക, ചിലപ്പോൾ അവർക്കൊക്കെ ആഗ്രഹം കാണും. വയസ്സായ മനുഷ്യരല്ലേ, ഞാൻ ഒരു വണ്ടി സെറ്റാക്കി തരാം. വേണ്ട, എനിക്ക് പോകണ്ട. അച്ഛാ, അച്ഛൻ എന്തിനാ ഏത് നേരം ഈ കാറ് തുടച്ചിങ്ങനെ മിനിക്കൊണ്ടിരിക്കണേ? എൻ്റെ അച്ഛൻ്റെ വണ്ടിയല്ലേ മക്കളെ, എനിക്ക് അതിനോടുള്ള ഒരു സ്നേഹം, അച്ഛനോടുള്ള ഒരു സ്നേഹം, അതിങ്ങനെ മിനുക്കി ഇരിക്കും. പിന്നെ ഭയങ്കര സ്നേഹ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് വിറ്റ് പൈസ മേടിക്കാൻ നോക്കണ്ടില്ല? അത് പൈസക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്തല്ലേ. പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോ വണ്ടി ആയാലും പല്ലായാലും ഇനി അച്ഛൻ്റെ ഞാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതങ്ങോട്ട് വിൽക്കും. അപ്പൊ അച്ഛനും അച്ചാച്ചന്റെ പോലെ ഞങ്ങക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്. എന്നാത്തിന്? ഞങ്ങക്ക് ഇതുപോലെ വിൽക്കാൻ തോന്നുമ്പോ വിൽക്കാലോ. ഞങ്ങൾക്കും അതുപോലെ വിൽക്കണ്ട. അച്ഛനുണ്ടാക്കിയിട്ടിട്ട് വേണം വിറ്റിട്ട് പുട്ടടിക്കാൻ പൊക്കണം. ഇതിപ്പോ അച്ചാച്ചൻ ഉണ്ടാക്കിയിട്ടതല്ലേ, അതുപോലെ ഞങ്ങൾക്കും അച്ഛന്റെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഞാൻ വിൽക്കുന്നില്ലല്ലോ, ഞാൻ സൂക്ഷിക്കുന്നല്ലേ ഉള്ളൂ. വിൽക്കാൻ പറ്റാത്തോണ്ടല്ലേ. നീ പോയി പണി നോക്കടി, പോടി. ഇങ്ങോട്ടോക്കെ. അല്ല, നിങ്ങൾ നമുക്ക് ടൂർ പോകാൻ വേണ്ടിട്ട് ബസ് ബുക്ക് ചെയ്തിട്ടില്ലേ? പിന്നെ അത് നല്ല ബസ് തന്നെയായിരുന്നാ? അടിപൊളി വണ്ടിയല്ലേ, നല്ല AC ഒക്കെ നല്ല കിടുക്കനായിട്ടുള്ള നല്ല ചില്ല് വണ്ടിയാ. ഭൂലോക സുന്ദരിയാ, പേര് കേട്ട തന്നെ അറിഞ്ഞൂടെ? എന്നാലേ ഭൂലോക സുന്ദരിന്ന് പേര് മാത്രമേ ഉള്ളൂ, അത് ഫുള്ള് കച്ചറ വണ്ടിയാ. ഇതാരടി ഈ അനാവശ്യമൊക്കെ നിന്റെ പറഞ്ഞത്? എന്നെ പറ്റി വേണമെന്ന് കുറ്റം പറഞ്ഞു, പക്ഷെ ഭൂലോക സുന്ദരിയെ പറ്റി കുറ്റം പറയരുത് കേട്ടോ. എന്താ പറഞ്ഞാല്? നിങ്ങൾ അവരോട് കമ്മീഷൻ മേടിച്ചിട്ടില്ലേ? കമ്മീഷനാ? എന്തൊരു അന്ധകരണമാണ് നീ പറയുന്നത്? ഇതാരാ നിനക്ക് ഇതൊക്കെ പറഞ്ഞത്? നിങ്ങൾ അമ്മേനെ മോഹിനിനെ വിളിച്ച് പറഞ്ഞല്ലോ. എന്റെ അമ്മ അങ്ങനൊന്നും പറയത്തില്ല. പിന്നെ ഞാൻ കളവ് പറയുന്നതാ? അതൊന്നും എനിക്കറിയാൻ വയ്യ. എന്റെ അമ്മ അങ്ങനൊന്നും പറയത്തില്ല. അച്ഛമ്മ എന്തായാലും അങ്ങനെ പറയും. അച്ഛൻ കണ്ടതല്ലേ അച്ഛമ്മയുടെ കൂടായ്പ ശ്വാസം മുട്ടലൊക്കെ? ഉറപ്പായിട്ട് അച്ഛമ്മ പറയും. ഇപ്പം ഭർത്താവിന് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാട്ട ബസ് ബുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കള്ളിന്ന് പറയുന്നു. അമ്മക്ക് മോന് സമാധാനമായില്ല എന്നെ കള്ളിയാക്കിയാലോ? എന്നിട്ട് ഇപ്പൊ ആരും ടൂർ വരുന്നില്ല എന്നാ പറയുന്നത്. ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. വന്നേ, നമുക്ക് അമ്മയുടെ ചോദിക്കാം. ചോദിക്കാം. നടക്കങ്ങോട്ട്.
ഞാൻ കേട്ടതെല്ലാം സത്യമാണോ? എന്നാ കേട്ടത്? അമ്മ ഇവളുടെ കുടുംബശ്രീ കൂട്ടുകാരി എന്താ അവളുടെ പേര്? മോഹിനി. ആ, മോഹിനിയെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞോ ഇവര് ടൂർ പോകാൻ പോകുന്ന വണ്ടി കൊള്ളുകയല്ലെന്നും ഞാൻ ആ വണ്ടിക്കാരന് കമ്മീഷൻ മേടിച്ചു എന്നൊക്കെ? പിന്നെ എനിക്ക് അതല്ലേ പണി. കണ്ട അവള് ഒരിടക്ക് വിളിച്ചു പറയല്. പിന്നെ അമ്മയല്ലാതെ അമ്മയുടെ കെട്ടിയോനെ വിളിച്ചേ? എടാ നിന്റെ അച്ഛനെ പറയുന്നത് കേട്ടോടാ. ചോദിക്കടാ അവളോള്. എനിക്ക് അവളോടല്ല ചോദിക്കാനുള്ളത്, എനിക്ക് അമ്മയോടാ. ഇതൊക്കെ അമ്മ വിളിച്ച് പറഞ്ഞോ? പിന്നെ എനിക്ക് അതല്ലേ പണി. കണ്ട അവള് വരെ വിളിച്ചു പറയണ്ട. കൊണം കെട്ടെന്റെ മുമ്പിൽ നിന്നും. അച്ഛാ, ഇത് അച്ഛമ്മ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛമ്മ ഞങ്ങളോട് പറഞ്ഞ ഈ ടൂർ പോക്ക് മുടക്കിയ ഞങ്ങൾക്ക് ചുരിദാർ മേടിച്ചു തരാന്ന്. ശരിയാണോ അമ്മേ? ആ അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. എന്തിന്? എടാ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി. അത് പറഞ്ഞോട്ട് എന്റെ അമ്മ വിളിച്ചു പറഞ്ഞോ അവളെ? അവളെയൊന്നും ഞാൻ വിളിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അമ്മയുടെ ഫോണിൽ നിന്ന് എങ്ങനെയാ കോള് പോയത്? എനിക്കറിയാമല്ലോ, ഞാനൊന്നും വിളിച്ചു പറഞ്ഞില്ല. എന്റെ ഫോണിൽ നിന്നോട്ട് കോളും പോയില്ല. അമ്മ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പറഞ്ഞ ആരാണെന്ന് എനിക്കറിയാം. നിന്റെ പുന്നാര മോൻ സഞ്ജു. വിളിക്കവനെ. അവൻ തന്നെ ആയിരിക്കും. സഞ്ജു, ഡേയ്, ഇവിടെ വാടാ. എന്നാ കിടന്ന് ഈ കാറി കൂന്നേ? ഇവിടെ വാ. നീ അച്ഛമ്മയുടെ ഫോൺ എടുത്ത് മോഹിനി ആന്റിയെ വിളിച്ചായിരുന്നോ? ഞാൻ എന്തിനാ മോഹിനിയാന്റെ ഒക്കെ വിളിക്കുന്നത്? പിന്നെ അച്ഛമ്മയുടെ ഫോണിൽ എനിക്ക് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാ പോരെ? എടാ കള്ള സഞ്ജു, നീ അല്ലേടാ മോഹിനി ആന്റിനെ വിളിച്ചു പറയുന്നു പറഞ്ഞത്? അച്ഛൻ പൊട്ട ബസ് ബുക്ക് ചെയ്തണേ, കമ്മീഷൻ വാങ്ങിക്കുന്നൊക്കെ. അമ്മേ, മോഹിനിയാന്റെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കമ്മീഷന്റെ കഥയും ഈ കള്ള വണ്ടിയുടെ കഥയൊക്കെ ഞാൻ ചേച്ചി വന്നൊന്ന് ബോധിപ്പിച്ചായിരുന്നു രാവിലെ. അത്രേ ഉള്ളൂ. കണ്ടോടി, നിന്റെ പുന്നാര മോൻ ഓരോന്ന് വരുത്തി കൂട്ടിയിട്ട് നീ എന്റെ പെടലിലേക്ക് കയറാൻ നല്ലടി. ഞാനല്ല, ഞാൻ മോഹിനിയാന്റെ വിളിച്ചിട്ടില്ല. നീ എന്നോട് കമ്മീഷൻ ചോദിച്ചിട്ട് അത് തരാത്തിലുള്ള കുശുമൂട് നീ ചെയ്തല്ലേടാ? അല്ലടാ? അപ്പുണ്ണി അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചോണ്ട് പോയില്ലായിരുന്നോ? ആ, അപ്പുണ്ണി എന്റെ ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പുണ്ണിയൊന്നും അല്ല. അച്ഛൻ 2 രൂപ കൊടുക്ക. ഇവനെ കാലത്തരം കാണിച്ചേ. അവനെ വിളിക്കട്ടെ. അപ്പുണ്ണി, അപ്പുണ്ണി എന്താ ഇങ്ങോട്ട് വാ. എന്താ ഏട്ടാ? ഇങ്ങോട്ട് പറഞ്ഞിക്കടി. നീ അച്ഛമ്മയുടെ ഫോൺ കൊണ്ട് എന്തിനാടാ പോയെ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. എന്തോ അപ്ഡേറ്റ് ചെയ്യാൻ? സോഫ്റ്റ്വെയർ. അപ്പുണ്ണി സത്യം പറഞ്ഞ ചുമ്മാ കിടന്ന് വിളയല്ലേ? നീ അല്ലേ പോയി മോഹിനിയാന്റെ വിളിച്ചേ? മോഹിനി ആന്റി ആരാ? അപ്പുണ്ണി സത്യം പറഞ്ഞോ? അല്ലെ ഇപ്പൊ നിന്റെ പല്ലടിച്ചാൽ എടുത്തുള്ളേ? പറയണ. ദാ ആ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാ. ഏത് ചേച്ചി? കൃഷ്ണ ചേച്ചി. കിട്ടിയാ? കിട്ടി. അപ്പുണ്ണിയുടെ അടുത്തേ ചോക്ലേറ്റ് വാങ്ങി തരുമെന്ന് പറഞ്ഞ് മേടിച്ചതാ. എടുത്തു. അതെ, വേണോ? വേണം. ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ വിട്ടേ. കിട്ടി. ഹലോ, മോഹിനി അല്ലേടി? ആ, ഞാൻ സരസ്വതി അമ്മയാ. നിങ്ങൾ ടൂർ പോവാൻ ബുക്ക് ചെയ്ത ബസ്സില്ലേ, അതെന്റെ മോൻ പ്രകാശം ബുക്ക് ചെയ്തതാ. അതൊരു തല്ലിപ്പൊളി ബസ്സാടി. ആ, അവനെ ആ ബസ്സുകാരുടെ നല്ല കമ്മീഷൻ വാങ്ങിച്ചിട്ട്. ആ, ഇതിനൊക്കെ നിങ്ങളുടെ സെക്രട്ടറി പുഷ്പില്ലേ, അവള് നല്ല സപ്പോർട്ടാ. ആ, പിന്നെ ഞാൻ നിന്നെ വിളിച്ചു എന്നൊന്നും നീ ആരോടും പറയരുത് കേട്ടാ. ആ, ശരിയെന്നാ. ആ, അച്ചോ. എടി മധു, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? അമ്മയല്ലേ ടൂർ പോകുമ്പോ എല്ലാ പണിയും ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞേ. ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ വയ്യാത്തോണ്ടാ. കേട്ടാ, നിനക്കൊന്നും മേലെടുക്കാൻ വയ്യല്ലേ? അത് പൊട്ടിക്കാൻ വേണ്ടി അടിച്ചോലെ പൊട്ടിക്ക്. എനിക്ക് മാത്രം അടി കൊണ്ടാ മതിയാ. നീ ഇനി മാറ്റി പറയാനും നിക്കണ്ട, ഫോൺ വിളിക്കാനും നിക്കണ്ട. എന്തിനാണ് നിർത്തിയത്? കൊടുക്കണേ രണ്ടെണ്ണം കൂടെ. നിങ്ങൾ മിണ്ടരുതേ. നിങ്ങൾ ആ ഭൂലോക സുന്ദരിക്ക് കൊണ്ട് കൊടുത്ത അഡ്വാൻസ് ഉണ്ടല്ലോ, നയാ പൈസ കുറയാതെ എനിക്ക് ഇവിടെ തിരിച്ചു കൊടുത്ത് തന്നോണ്ടോ. എടാ, 4-5 പിള്ളേരും ഈ കെട്ടോളോടൊപ്പം നീ ഭൂലോക സുന്ദരിക്കോട്ട് പൈസ കൊടുത്തോടാ. ഭൂലോക സുന്ദരി ബസിന്റെ പേരാ. ഭൂലോക സുന്ദരി. അഡ്വാൻസ് ഒന്നും കൊടുത്താൽ തിരിച്ചു തരത്തില്ല കേട്ടോ. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്റെ പൈസ എനിക്ക് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ എന്റെ തനി കൊണം നിങ്ങൾ അറിയും.
കഷ്ടമായത്. ഞാൻ അപ്പോഴാ പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്ത് റെസിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവർ തരത്തില്ല. അമ്മ അമ്മയ്ക്ക് നല്ല വണ്ടി ഈ സഞ്ജു ബുക്ക് ചെയ്തരാം. അമ്മ വാ അമ്മ, ഞാൻ ബുക്ക് ചെയ്തരാം നല്ല വണ്ടി. പൈസ എങ്ങനെയാലും വാങ്ങിച്ചേക്കാൻ നോക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. വാ, ഞാൻ നീയൊക്കെ നല്ല കാര്യം തന്നെ ചെയ്തത്. വെരി ഗുഡ്, നന്നായി. എന്തൊരു ഗതികേടായത്. ഒരാളെ സഹായിക്കാന്ന് വിചാരിച്ചിട്ടാണ് ബസ് ബുക്ക് ചെയ്ത് കൊടുത്തത്, അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ അമ്മ അവർ അഡ്വാൻസ് ഒന്നും തിരിച്ചു തരത്തില്ല. പൈസ കുറച്ച് തരും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പൈസ തരുമോ? എന്റെ കയ്യിൽ നിന്ന് നയ പൈസ എന്റെ മോന് കിട്ടില്ല കേട്ടോ. അതിനുണ്ട് എന്റെ മോൻ മോഹിക്കാൻ വേണം. മരം കൊണ്ട് പോ, പൈസക്ക് വന്നിരിക്കുന്നു. ആ ചേച്ചി നമുക്കും പോകാം. കുഴിത്തുരുമ്പുകൾ രണ്ടും കൂടെ. അച്ഛാ എന്താ പോട്ടെ, ഈ കാശ് മുതലാക്കാനേ അച്ഛൻ വേണേ ഊട്ടി പോയിക്കോ ഈ ഭൂലോക സുന്ദരി ബസ്സിൽ. വയറ് നിറഞ്ഞു. പുഷ്പ പിള്ളേർ കഴിച്ചോടി? നിന്റെ മക്കളല്ലേ, ഉറക്കപ്പായെന്ന് എഴുന്നേക്കുന്ന മുമ്പേ പല്ലു പോലും തേക്കാതെ വെട്ടി വിഴുങ്ങി കാണും. അവര് പല്ലൊക്കെ തേക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ അതിനെന്താ അമ്മേ കുഴപ്പം? ഇപ്പൊ പുതിയ സയൻസ് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ലൊന്നും തേക്കണ്ട, പല്ലൊക്കെ കഴിച്ചിട്ട് തേച്ചാൽ മതി. അപ്പൊ നീ പല്ല് തേക്കാനാണ് കഴിക്കുന്നത്? നമ്മള് പഴയ ആളല്ലേ, നമ്മള് രാവിലെയും വൈകിട്ടും ഒക്കെ പല്ല് തേക്കും. കണ്ടോ, ഇങ്ങനെ ഉണ്ടോടി മക്കളെ വളർത്താൻ. പിന്നെ എന്റെ മക്കള് പിന്നെ രാവിലെയും വൈകുന്നേരം തേക്കുന്നില്ലേ? പിന്നെ ചിലയാളെ പോലെ വെപ്പ് പല്ലല്ലാന്നേ ഉള്ളൂ. എന്തുകൊണ്ടി നീ പറഞ്ഞ വെപ്പുമല്ലോ? അതിന് ഞാൻ അമ്മേനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്നെ നോക്കിട്ട് ഇങ്ങനെ നോക്കിയല്ലേ പറഞ്ഞത്? ഒന്ന് നിർത്തുന്നുണ്ട്. രാവിലെ എന്ത് രണ്ടും കൂടെ കലിബില കലിബില. ഞാൻ നിർത്തി. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? ഇനി ഞാനും മിണ്ടിട്ട് കലിപ്പിലാക്കണ്ട. പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു 50 രൂപ വേണം. 50 രൂപ എന്റെ ഒന്നും ഇല്ല. അത് ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എപ്പോഴേ എടുത്തു. എന്തൊരു കല്യാടി നീ? ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നത് കള്ളത്തരാണോ? അതൊരു മോഷണം തന്നെയാ. ആ, എന്നാ കണക്കായി പോയി. അത് മോഷണം തന്നെയാണ്. പക്ഷെ നീ എന്തിനാ എടുത്ത? അത് നമ്മളെ കുടുംബശ്രീയില് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമേ 50 രൂപ കൊടുത്താല് നല്ല കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. അടിപൊളി. പൂവനോ പെടയോ? അത് പെടക്കോഴികളാ. മോഹിനിയുടെ വീട്ടിൽ പൂവൻ കുഞ്ഞുങ്ങളാ, പൂവൻ കോഴി കുഞ്ഞുങ്ങളാ. അതിന് ഞാനെന്നാ വേണ്ടേ? അല്ല, അവിടെ പൂവനും ഇവിടെ പെടയാകുമ്പോ അവർക്കൊരു രസമാണല്ലോ. അങ്ങനെ ഒരു രസം നമുക്ക് വേണ്ട. അതെ, ഇവിടെ എങ്ങാനും കോഴി അങ്ങോട്ട് വന്നാണ്ടല്ലോ. എന്നാ പിന്നെ അതുങ്ങളെ വളർത്താൻ വേണ്ടി ഞാൻ വേറെ വീട് വാടകയ്ക്ക് എടുക്കാം. നീ വീട് വാടകയ്ക്ക് എടുക്കുവോ അതൊക്കെ പണിത് കൊടുക്കുവോ എന്ത് വേണം ചെയ്തോ, പക്ഷെ എന്റെ കുടുംബത്തെ കയറ്റാൻ പറ്റില്ല. ആ, ഞാൻ വളർത്തും. വളർത്തും. എന്റെ അമ്മേ, കോഴിയെ വളർത്തിയ നല്ല ഗുണമല്ലേ? നമുക്ക് കോഴിമുട്ട കിട്ടും ഡെയിലി. ഇനി വല്ലപ്പോഴൊക്കെ വല്ല ഇറച്ചി തിന്നണമെന്ന് കോഴിയെ വെട്ടി തിന്നുകയും ചെയ്യാം. അങ്ങനെ കോഴിമുട്ട നീ അങ്ങോട്ട് തിന്നണ്ട. എനിക്ക് ആ കോഴിക്കാട്ടം കാണുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. പിന്നെയോ ആ കോഴിയുടെ മണം കേൾക്കുമ്പോ ഓ. അതിന് അമ്മ എന്തിനാ അത് കാണാനും മണക്കാനൊക്കെ പോകുന്നത്? അപ്പൊ നീ കോഴിക്ക് സ്നഗ്ഗി വെച്ച് കൊടുക്കുവോ? ആ, അത് വേണമെങ്കിൽ ഞാൻ വെച്ചു കൊടുക്കും. വഴി ഉണ്ടാക്കാം. നമുക്കൊരു കോഴിക്കൂട് പണിയാം. അപ്പോഴാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അമ്മയ്ക്ക് നാറ്റം അടിക്കത്തില്ല, കോഴികൾ വളരുകയും ചെയ്യും. കൂട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ മുരടിക്കാൻ വേണ്ടിട്ടായിരിക്കും. പുറലോകം ഒന്നും കാണണ്ടായിരിക്കും. ഇനി അതിനും വഴിയുണ്ട്. അമ്മ പുറത്തോട്ട് വരുമ്പോ ഇതിനെ അകത്ത് കയറ്റി അടയ്ക്കാം. അമ്മ അകത്തോട്ട് വയ്ക്കുമ്പോ നമുക്ക് തുറന്നു വിടാമല്ലോ. അങ്ങനെ ആരും പേടിച്ചിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ കോഴി എങ്ങനെ ഈ പെരക്കകത്ത് കയറിയാൽ ഞാൻ ചവിട്ടി കൂട്ടും. ഞാൻ വളർത്തും. നീ വളർത്തും. നടക്കൂല കേട്ടോ, വളർത്താന്ന് വിചാരിക്കണ്ട. ആ മുഖം ഉപേക്ഷിക്കും. കഴിക്ക്. എനിക്ക് വേണ്ട. ഒരു കോഴിമുട്ട പുഴുങ്ങി എടുക്കട്ടെ. അതാ ഉപ്പ് കൊടുത്തേര്. എനിക്ക് വേണ്ട. നാടൻ മുട്ടയാ. ഇത് സാധനം നിങ്ങളുടെ അമ്മ എന്തൊക്കെ ചെയ്യാൻ വിടുവോ? വഴിയുണ്ടാക്കാം, നീ സമാധാനിക്ക്. ഇതെന്താ കഴിക്കാതെ? മതി, വയറ് നിറഞ്ഞ് ഗ്യാസാ. കടല. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിൽ. ചേച്ചി, ഞാൻ ചേച്ചീന്റെ അടുത്ത് ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? നിനക്ക് അല്ലെങ്കിൽ കുറച്ച് കുസൃതി കൂടുതലാ, നീ ചോദിക്കണ്ട. ചേച്ചി, എനിക്കിത് ആരെങ്കിലും അടുത്ത് ചോദിക്കുകയോ പറ്റുള്ളൂ. എന്ത്? ഇതെനിക്ക് ആരുടെങ്കിലും അടുത്ത് ചോദിച്ചാലോ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. എന്നാ നീ അച്ഛമ്മയുടെ പോയി ചോദിക്കും. ചേച്ചി, ഇതെനിക്ക് ബുദ്ധിയുള്ള ആൾക്കാരുടെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അച്ഛമ്മയ്ക്ക് തീരെ ബുദ്ധിയില്ല. ആണോ? യെസ്. അപ്പൊ ഞാൻ ബ്രില്യന്റ് ആണെന്നാ? യെസ്. എന്നാ നീ ചോദിച്ചോ, ഞാൻ പറയാം. ഒരു ചായക്കടക്കാരൻ 210 ചായ ഉണ്ടാക്കി. അതിലൊന്ന് പാറ്റ വീണു. അപ്പൊ എത്ര ചായ ബാക്കിയുണ്ട്? 210 1 പോയി കഴിഞ്ഞാൽ 209. തെറ്റാ. എങ്ങനെ തെറ്റാവുന്ന? 210 പോയി കഴിഞ്ഞാൽ 209 തന്നെയാ. ചേച്ചി, ചേച്ചി തോൽവി സമ്മതിച്ചു ഒന്ന് പറ. എന്നാ സമ്മതിച്ചു. ഒരു ചായക്കടക്കാരൻ ഇരുന്ന് ഊറ്റി
10 ചായ ഉണ്ടാക്കി. അതിലൊന്ന് പാറ്റ വീണു. അപ്പൊ 1-ല് പാറ്റ വീണു. അപ്പൊ 10-ന് 1 പോയാ 9. ചളി ബുദ്ധി വേണം. നീ പോ 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 പോയിരുന്ന് പഠിക്ക്. എന്തെങ്കിലും ചെയ് നീ. ചളിയായിട്ട് വന്നോളൂ അവൻ. എടി കൃഷ്ണ ഡീ നീ പാറ്റനായിട്ട് പേടിക്കുന്ന വീഡിയോ അല്ലേ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് വൈറലായി ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് കയറി. ഞാൻ എന്തോ വേണം? എടി ഇനി വല്ല പല്ലീനെയോ വേറെ എന്തെങ്കിലും ജീവിനെയും കണ്ട് പേടിക്കുന്ന വീഡിയോ ചെയ്താലോ? ആ പല്ലി വേണ്ട, നമുക്ക് പാമ്പായാലോ? കൊള്ളാം, കുഴപ്പമില്ല. ചേച്ചി നാണം ഉണ്ടോ ചേച്ചി? എന്താടി എന്റെ വീഡിയോ എടുത്തിട്ട്? അയ്യേ, പാറ്റേനെ കണ്ട് പേടിക്കണ ചേച്ചിയാണോ ഇത്? എനിക്ക് പാറ്റേനോ? അതേനെ എടി കുഴപ്പമില്ല, അത് ജെന്യൂൻ ആയിട്ടുള്ള വ്യൂസാ, അത് കുഴപ്പമില്ല. എനിക്ക് അത്രയ്ക്ക് പേടിയൊന്നുമില്ല. ഒരു സിംഹം വന്ന് നിന്നാലും ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും, ഒരു പേടിയില്ലാണ്ട്. പക്ഷെ പാറ്റയും പല്ലിയും അതെനിക്ക് പേടിയാ. എടി അത് കുഴപ്പമില്ല, നിനക്ക് പേടിയുള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര വ്യൂസ് ഒക്കെ കിട്ടിയത്. ചേച്ചിക്ക് നാണം ഉണ്ടോ ചേച്ചി വീട്ടിലുള്ളവരെ ബലിയുടെ ആക്കുന്നത് വ്ലോഗിന് വേണ്ടിയിട്ട്? എടി ഞാൻ ബലിയാടാക്കിയതൊന്നല്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും. ചേച്ചിന്റെ കയ്യിലൊരു പാറ്റ വെച്ചിട്ട് ചേച്ചിന്റെ പാറ്റേനുള്ള പേടി മാറി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടും. അപ്പൊ ചേച്ചിന്റെ ഇമേജും കൂടും, ചേച്ചിന്റെ വ്യൂവേഴ്സും കൂടും. അങ്ങനെ പാറ്റേനെ വെച്ചിട്ട് എനിക്ക് ഇമേജ് ഒന്നും കൂടണ്ട. എടി അത് കൊള്ളാടി അവൻ പറഞ്ഞ ഐഡിയ. ചേച്ചിക്ക് വട്ടാണോ? നിനക്ക് പേടിയാണെങ്കിൽ സമ്മതിച്ചാ പോരെ. അതന്നെ പോവാണാ മര്യാദയ്ക്ക് ഞാൻ ആ പെണ്ണിനെ പറഞ്ഞ ഒരു വഴിക്ക് കൊണ്ടുവരായിരുന്നു, അപ്പോഴേക്കും നശിപ്പിച്ചു പേടിച്ചൊക്കെ. എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യും. ഒരു പാമ്പിനെ കഴുത്തിൽ വെച്ചിട്ട് ക്യാപ്ഷൻ, വേലിയിൽ കടന്ന പാമ്പിനെ ഞാൻ കഴുത്തിൽ വെച്ചു എന്നിട്ടോ കത്തി കയറും. അതിലും ഭേദം നിന്നെ തലയിൽ കെട്ടി തൂക്കിട്ടേ വേലി കിടന്ന വള്ളി എടുത്ത് തലയിലോട്ടെന്ന് പറയാം. അതെങ്ങനെയുണ്ട്? കൊള്ളാമോ? പാടെ ഇറക്കണം. അമ്മേ, അമ്മ കോഴിയെ വാങ്ങാൻ പോവാ? അതെന്താ നിനക്കും ഇഷ്ടല്ലേ കോഴിയും കോഴി കഷ്ടമൊന്നും? എനിക്ക് കോഴിയും കോഴിത്തിട്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നാ കാഷ്ടം ഇത്ര ഇഷ്ടം? ആദ്യം പകരം വളം ഉണ്ടോ ചെടിക്ക്? ആകെ 4-5 കോഴിക്കളങ്ങാണ് ഉള്ളത്, എന്നിട്ട് അത് വളം കിട്ടാൻ പോകുന്നു. അതാ ഞാൻ പറഞ്ഞേ, 4-5 200 കോഴി അങ്ങ് ഒന്നിച്ച് വാങ്ങ്. ഇവിടുത്തെ കോഴിക്കളെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, പിന്നെ 200 കോഴിക്കളെ ഞാൻ വാങ്ങിക്കൊണ്ടെന്നിട്ട് നോക്കാൻ. കോഴി മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചേ, പശു, ആട്, പോത്ത്, കരിമീൻ, നെയ്മീൻ, അങ്ങനെ നമുക്ക് എല്ലാം വളർത്താം. എടാ നിന്റെ അഗ്രികൾച്ചർ പഠിക്കുന്ന പോലെയൊന്നല്ല ഇത്. പശുക്കളെ നോക്കലല്ലോ ഒരുപാട് അധ്വാനമുള്ള കാര്യങ്ങളാണ്. അതുങ്ങളെ കുളിപ്പിക്കണം, തീറ്റ കൊടുക്കണം, പുല്ലരിയാൻ പോണം, ചാണകം കോരണം, എന്തൊക്കെ പണിയുണ്ട്. അമ്മ ഒരു 4 പശുവിനെ വാങ്ങി തന്നാ മതി, ബാക്കി കാര്യം സഞ്ജു ഏറ്റു. അങ്ങനെ വാവോട് പറയാൻ വേണ്ടി നല്ല സാമർഥ്യ. എന്താണ് അമ്മയും മകനും കൂടെ എന്താടാ സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞു? അവന് തൊഴുത്ത് കെട്ടി കൊടുക്കണം പശുക്കളെ നോക്കാൻ. പശുവിനെ വളർത്താൻ പോണ? ആ പശുവിനെ വളർത്തുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? എനിക്കെന്താ അറിയില്ല. ഏത് പശുവിനെ വളർത്താൻ പോകുന്നു? വെച്ചൂര് തുടങ്ങി കാസർഗോഡൻ, കുള്ളൻ, അങ്ങനെയുള്ള നമ്മുടെ നേറ്റീവ് സ്പീഷീസ്. മണ്ടച്ചാരെ, ഈ പറഞ്ഞ ജാതി സ്പീഷ്യസിൽ പെട്ട സാധനങ്ങൾക്കൊന്നും കറവയ്ക്ക് അധികം പാലൊന്നും കിട്ടത്തില്ല. അതുങ്ങളുടെ കിടാക്കൾക്ക് പോലും കുടിക്കാൻ പാല് കിട്ടുന്നില്ല. അതൊക്കെ എനിക്കറിയാം. ഇതുങ്ങളൊക്കെ എക്സിഡന്റ് ആയിട്ട് വരും, അപ്പൊ എനിക്ക് നിങ്ങളെ സംരക്ഷിക്കണം, അതാണ് എന്റെ ഉദ്ദേശം. ഓ, സംരക്ഷണമാണ് ഉദ്ദേശം. ഏയ്, നിന്നെ വളർത്തുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ നഷ്ടമാ. ഇനി ഈ പശുക്കളെല്ലാം കൂടെ വളർത്തി അതും നഷ്ടത്തിലാക്കൂ. ഈ അച്ഛൻ പറയുന്നത് കേട്ടോ അമ്മേ. അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റ് പറ. അച്ഛ, ഈ പശുവിനെ വളർത്തി നമുക്ക് ഫ്രഷ് പാല് രാവിലെ കിട്ടും. അത് മാത്രോ, തൈര്, നെയ്യ്, ചാണകപ്പൊടി എല്ലാം കിട്ടൂലേ. എന്തിനാണ് ഈ ചാണകപ്പൊടി നിനക്ക് പുഴുങ്ങി തിന്നാനാ? ഇതെന്തോ അമ്മ അച്ഛൻ പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യാൻ പോണ നീ ചാണകമൊക്കെ കൊണ്ടിട്ട്? അതൊക്കെ കൃഷിക്കിടാലോ, അപ്പൊ നല്ല വളമല്ലേ, ചെടി അങ്ങ് തഴച്ചങ്ങ് വളരും. അങ്ങനെ തൽക്കാലം തഴച്ച് വളരണ്ട, ആ പരിപാടി നടക്കത്തില്ല. അപ്പൊ ചെറുക്ക, ഇവിടെ ഒരു കോഴിയെ വളർത്താൻ നിന്റെ അമ്മ അച്ഛമ്മയെടുക്ക ചോദിച്ചിട്ട് അതിന് അനുവാദം തരുന്നില്ല. പിന്നെ അതിന് പശുവും പോത്തും ഒക്കെ. അപ്പൊ എനിക്ക് പശുവിനെ വാങ്ങി തരാൻ ഉദ്ദേശം ഇല്ലല്ലേ? ഇല്ല, നഹി. വേണ്ട, ഇവിടെ അതിനുള്ള വേറെ വഴികളുണ്ട്. ഞാൻ പോയി ലോൺ അപ്ലൈ ചെയ്യും, ക്ഷീര ലോൺ. എന്നിട്ട് ഇവിടെ ഞാൻ ക്ഷീര വിപ്ലവം നടത്തി, ഇവിടെ പാൽ ഒഴുകും, ഞാൻ കാണിച്ചു തരാം. ഈ ലോൺ ആരടക്കും? വാഗിരി ദൈവം ഉരുളയിട്ട് തന്നോളൂ. ഓ, എന്തുവാടി നിന്റെ മകന്? എന്തൊക്കെ വിപ്ലവാ അവൻ? കുറച്ചു മുമ്പ് എന്തോ ഇപ്പൊ ക്ഷീര വിപ്ലവം, നേരത്തെ മറ്റേ ഹരിത വിപ്ലവം, വേറെ ഇനി എന്തൊക്കെ വിപ്ലവം അവൻ കൊണ്ടുവരാൻ പോകുന്നത്? മോനല്ലേ? എന്റെ മോനായോണ്ട് എന്താ? അങ്ങനെ ചെയ്യാതിരുന്നാ മതി. എന്ത് പറഞ്ഞാലും മോൻ കാണിച്ച തെറ്റിന് നിങ്ങളുടെ മോനല്ലേ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞത് അനുസരിച്ചിട്ട് ഞാൻ ആ വേണുക്കുട്ടനോട് പറഞ്ഞ് നാളെ കോഴിക്കോട് പണി ആരംഭിക്കും. ഇതാ നിങ്ങളുടെ പ്രശ്നം. കാളെ പറ്റുന്നതായിട്ട് അപ്പാട് പോയിട്ട് നിങ്ങൾ അങ്ങ് കയറെടുത്തോളൂ. ആളെ പറ്റുമെന്ന് കേട്ട് കയറെടുത്തതല്ല, ഇവിടെ കൂട് വേണം. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്?
അതിന് ആരാ കോഴിക്കളെ വളർത്തുന്നേ? നീയല്ലേ ഞാൻ 50 രൂപ വളർത്തുന്നില്ല, ഞാൻ ഗീതക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അവളെ വിളിച്ചു പറഞ്ഞായിരുന്നു. ആർക്ക് കൊടുക്കാന്ന്? ഗീതക്ക്. എടി എന്നെ 50 രൂപ എടുത്ത് കൊടുത്തിട്ട് നീ അത് ഗീതയ്ക്ക് കൊടുത്താ? നിങ്ങളുടെ 50 രൂപയുടെ ഇപ്പം വലിയ കാര്യമായി പോയത്. നിങ്ങളുടെ അമ്മയിലെ പറഞ്ഞത് ചവിട്ടിക്കുട്ടി കൊന്നാളിന്നൊക്കെ. എനിക്ക് ആ ഷാപ്പൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല. എടി അപ്പൊ ഈ കോഴിക്കോട് ഞാൻ എന്ത് ചെയ്യൂടി? പോയി കോടൊന്നല്ലല്ലോ പണിയാൻ കൊടുത്തത്, പോയി കൂടല്ലേ, സാരമില്ല. ഇത് എത്ര പൈസ കൊടുത്ത് പണിത കോഴിക്കോട്? ഇത് എന്തോ ചെയ്യും? ഇത് കാശ് കൊടുത്ത് പണിതല്ലേ കോഴിക്കോട്? ആ ഒരു കാര്യം ചെയ്യാം, ആ. നിങ്ങൾ കേറി അതിലിരുന്നു. വലിച്ച തമാശ.